പെരി റിദ ഫാത്തിമ ഇനം കഥകളി സംഗീതം സംസ്കൃത പദ്യവും പങ്കെടുത്ത 2 ഇനത്തിലും എ ഗ്രേഡ്. അമിടിക്കയുടെ വിശേഷങ്ങൾ കാണാം. നമ്മള് കുറച്ച് ദിവസമായിട്ട് കലോത്സവ വേദിയിലാണല്ലോ. അരുൺ പാടുവോ? ഞാൻ കണ്ടാൽ പാട്ടുകാരനാണ് തോന്നുമെങ്കിൽ ഞാൻ പാടില്ല. നജ്മ പാടുവോ? ഞാൻ ഒട്ടും പാടില്ല. പക്ഷെ നമുക്ക് പാടുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. വെറും പാട്ടല്ല, പിന്നെ കുറച്ച് ഹെവി ആണോ? ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഐറ്റം എന്ന് അറിഞ്ഞാൽ സന്തോഷം. സംസ്കൃതം പദ്യം ചൊല്ലലും കഥകളി സംഗീതവുമാണ്. പാടുന്നു എന്ന് മാത്രമല്ല, കലോത്സവ വേദിയിൽ മത്സരിച്ച 2 ഇനത്തിൽ എ ഗ്രേഡ് നേടിയ മിടുക്കിയാണ് നമ്മുടെ കൂടെയുള്ളത് റിദ ഫാത്തിമ. അവരുടെ നമ്മൾ ഈ പ്രായത്തിൽ കാക്കേ കാക്കേ കൂടെ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചൊല്ലി നടക്കുമ്പോൾ റിദ വളരെ ഹെവി ഐറ്റം ഒക്കെ എടുത്ത് പഠിച്ച് അല്ലെ കലോത്സവ വേദിയിലേക്ക് എത്തി. എന്താ മോളെ ഇങ്ങനെ ഒരു ഹെവി ഐറ്റം ഒക്കെ എടുത്ത് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ? വീട്ടുകാർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പിന്നെ പഠിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഹെവി ഐറ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണ് പഠിപ്പിച്ചത്? ഇപ്പൊ രണ്ടും 2 ഇവന്റുകളാണല്ലോ. ഇപ്പൊ കഥകളി സംഗീതം, സംസ്കൃതം പദ്യം ചൊല്ലലും. ഇപ്പൊ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് ആര് പഠിപ്പിച്ചു? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. എന്നെ കഥകളി സംഗീതം പഠിപ്പിച്ചത് വെങ്ങേരി നാരായണൻ, പിന്നെ സംസ്കൃത പദ്യം പഠിപ്പിച്ചത് പത്മനാഭ ഗുരുവായൂർ. അപ്പൊ അവരുടെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അല്ലേ? അപ്പൊ കലോത്സവത്തിന് വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പാക്കേജ് എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടോ ഗുരുക്കന്മാർ? ഇത് രണ്ടും കലോത്സവത്തിന് മാത്രം വേണ്ടി പഠിക്കുന്ന, ബാക്കി പാട്ട് വേറെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ സിന്ധു പണ്ട് വട്ടംകുളത്തെ ടീച്ചർ. അപ്പൊ നമ്മളെ ഈ ഭയങ്കര വളരെ സ്റ്റാർ ഇവന്റ്സ് ആണ് ഇത് രണ്ടും അല്ലേ? നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നജ്മ പറഞ്ഞ പോലെ കാക്കി കാക്കി കൂടെ ഇവിടെ എന്നുള്ള പാട്ടുകളൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇത്രയും ഹെവി പാട്ടുകളൊക്കെ പഠിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടത്തേക്ക് ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അതെ, നൈസായിട്ട്. ബിക്കോസ് ഞങ്ങള് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പൊതുവെ സംസ്ഥാനത്ത് ഇങ്ങനെ പോകലില്ല. അപ്പോൾ ഞാനാണ് മുമ്പത്തെ തവണ ഫസ്റ്റ് ടൈം കുറേ കാലത്തിന് ശേഷം സംസ്ഥാനത്ത് പോയത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ വാല്യൂ തരുന്നുണ്ട് സംസ്ഥാനത്ത്. അപ്പൊ സ്കൂളിൽ ഒരു താരമാണ്. നൈസായിട്ട്. നൈഷധം റിദ ഫാത്തിമ തുടർന്നും എല്ലാ കലോത്സവ വേദികളിലും എത്തട്ടെ. ആഗ്രഹം പോലെ സിനിമയിലും അല്ലേ? വലിയൊരു പാട്ടുകാരിയാവട്ടെ. അതെ, സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു.